1919 എഴുതിയ ചിന്താവിഷ്ടയായ സീത 2019 വായിക്കുന്നതിനെ സംബന്ധിച്ച് KEN-ന്റെ ലേഖനത്തെക്കുറിച്ച് പരാമർശിക്കുകയുണ്ടായി. ആ ലേഖനത്തിൽ KEN സൂചിപ്പിക്കുന്നുണ്ട്, കേരളീയ സമൂഹത്തിൽ സംവാദങ്ങളില്ല എന്ന് പറയാനാവില്ല. പക്ഷേ തൊലിപ്പുറമെ മാത്രം സ്പർശിച്ചുകൊണ്ട് ഉള്ളിൽ ഒരു കോളിളക്കവും സൃഷ്ടിക്കാതെ അവസാനിക്കുന്നതാണ് മിക്കവാറും സംവാദങ്ങൾ. നമ്മുടെ തലയ്ക്ക് മീതെ ആശയങ്ങൾ ഒന്നിനു പുറകെ മറ്റൊന്നായി കടന്നുപോയിക്കൊണ്ടേയിരിക്കുന്നു. പക്ഷെ മസ്തിഷ്കത്തെയോ ഹൃദയത്തെയോ ജീവിതത്തെയോ പിടിച്ചു കുലുക്കുന്നില്ല. ഈ പുസ്തകം മുൻപോട്ട് വെക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട മലയാളികളുടെ വർത്തമാനകാല സാംസ്കാരിക പ്രവർത്തനങ്ങളുടെ നേരെയുള്ള വിമർശനമാണിത് എന്ന് ഞാൻ കണക്കാക്കുന്നു. ആ ഭാഗം ഞാൻ ഒന്നുകൂടി ഓർമ്മപ്പെടുത്തുന്നു. കേരളീയ സമൂഹത്തിൽ സംവാദങ്ങളില്ല എന്ന് പറയാനാവില്ല. പക്ഷേ തൊലിപ്പുറമെ മാത്രം സ്പർശിച്ച് ഉള്ളിൽ ഒരു കോളിളക്കവും സൃഷ്ടിക്കാതെ അവസാനിക്കുന്നവയാണ് മിക്കതും. തലയ്ക്ക് മീതെ ആശയങ്ങൾ ഒന്നിനു പുറകെ മറ്റൊന്നായി കടന്നുപോയിക്കൊണ്ടിരിക്കുന്നു. എന്നാൽ മസ്തിഷ്കത്തെയോ ഹൃദയത്തെയോ ജീവിതത്തെയോ പിടിച്ചു കുലുക്കുന്നതേയില്ല. എനിക്ക് തോന്നുന്നു ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ സെമിനാറുകളും സംവാദങ്ങളും നടക്കുന്ന ഒരു നാട് കേരളമായിരിക്കും. പക്ഷേ ആ സംവാദങ്ങളിൽ ചർച്ച ചെയ്യപ്പെടുന്ന കാര്യങ്ങൾ, മുൻപോട്ട് വയ്ക്കുന്ന ആശയങ്ങൾ, അത് മലയാളിയെ എത്രമാത്രം സ്വാധീനിക്കുന്നുണ്ട്, എത്രമാത്രം ആശങ്കപ്പെടുത്തുന്നുണ്ട്. നാം സ്വയം വിമർശനപരമായ ഗൗരവതരമായ പരിശോധന നടത്തേണ്ടതായിട്ടുണ്ട്. തോമസ് ഹോബ്സ് ലെവിയാഥനിൽ പറയുന്നുണ്ട് മനുഷ്യരെ സംബന്ധിച്ച ചില വിലയിരുത്തലുകൾ. മനുഷ്യൻ എന്ന് പറഞ്ഞാൽ അടിസ്ഥാനപരമായി തന്നെ സംശയാലുവും സ്വാർത്ഥനുമാണ് എന്ന നിഗമനമാണ് ഹോബ്സ് മുൻപോട്ട് വയ്ക്കുന്നത്. എന്നാൽ നമ്മളെല്ലാം കേട്ടുപഴകിയ മനുഷ്യരെ സംബന്ധിച്ച മഹത്തായ ഒരു വിശേഷണമുണ്ട് മാക്സിം ഗോർക്കിയുടെ. മനുഷ്യൻ ഹാ എത്ര മഹത്തായ പദം എന്ന് പറയുന്നുണ്ട്. ഇത് തമ്മിൽ ചേരുന്നതേയില്ല. മാക്സിം ഗോർക്കി പറയുന്നു മനുഷ്യൻ ഹാ എത്ര മഹത്തായ പദം. മാക്സിം ഗോർക്കി ജനിക്കുന്നതിനും എത്രയോ കാലം മുൻപ് ജീവിച്ചിരുന്ന തോമസ് ഹോബ്സ് പക്ഷേ എഴുതുന്നത് മനുഷ്യൻ എന്ന് പറഞ്ഞാൽ സ്വാർത്ഥനും സംശയാലുവും എല്ലാത്തരം ചീത്ത ഗുണങ്ങളുടെയും പ്രതിനിധാനം ചെയ്യുന്ന ഒന്നാണ് മനുഷ്യനെന്ന ഒരു അഭിപ്രായം അദ്ദേഹം മുൻപോട്ട് വെക്കുന്നുണ്ട്. അതിന് തോമസ് ഹോബ്സ് ചില ഉദാഹരണങ്ങൾ പറയുന്നുണ്ട്. അദ്ദേഹം ചോദിക്കുന്നു, ഒരുപക്ഷെ എല്ലാ വായനക്കാരോടുമായിട്ടാണ് അദ്ദേഹം ചോദിച്ചിട്ടുണ്ടാവും, ആ കാലത്തെ നിങ്ങൾ യാത്ര പുറപ്പെടാൻ ഒരുങ്ങുമ്പോൾ വീട് പൂട്ടിയിട്ടല്ലേ പോകാറുള്ളൂ? നിങ്ങൾ വീട് പൂട്ടാതെ പോകാറുണ്ടോ? നിങ്ങൾ വീട്ടിൽ ഉള്ളപ്പോൾ തന്നെ നിങ്ങളുടെ മേശ, നിങ്ങളുടെ പണപ്പെട്ടിയെല്ലാം പൂട്ടി വെക്കാറില്ലേ? എന്തുകൊണ്ടാണ് അങ്ങനെ വെക്കുന്നത്? നിങ്ങളൊരു യാത്ര പോകുമ്പോഴേക്കും നിങ്ങളുടേതെല്ലാം നിങ്ങളുടെ സഹജാതർ മോഷ്ടിച്ചു കൊണ്ടുപോകുമെന്ന് നിങ്ങൾ ഭയപ്പെടുന്നുണ്ട്. നിങ്ങൾ അവരെ സംശയിക്കുന്നുണ്ട്. നിങ്ങളൊഴികെ സകല മനുഷ്യരും മോഷ്ടാക്കളും ദുരാഗ്രഹികളും ഒക്കെയാണ്, സ്വാർത്ഥമതികളുമാണ് എന്ന് നിങ്ങൾ സംശയിക്കുന്നു. നിങ്ങൾ വീട്ടിലുള്ളപ്പോൾ തന്നെ നിങ്ങൾ മേശയൊക്കെ പൂട്ടിയാണ് വെക്കുന്നത് എന്നിങ്ങനെ തോന്നുന്നു അദ്ദേഹത്തിന്റെ വിശകലനം. ഞാനത് കൂടുതൽ വിശദീകരിക്കുന്നില്ല. എന്നാൽ മാക്സിം ഗോർക്കി പറയുന്നത് ലോകത്തിലെ ഏറ്റവും ഇമ്പമാർന്ന പദമാണ്, മഹത്തായ പദമാണ് മനുഷ്യനെന്നാണ്. മനുഷ്യനെ വാനോളം പുകഴ്ത്തിക്കൊണ്ടാണ് പറയുന്നത്. ഇതിലേതാണ് ശരി, ഏതാണ് സത്യം? തോമസ് ഹോബ്സിന്റെ വിശകലനമാണോ മാക്സിം ഗോർക്കിയുടെ പ്രയോഗമാണോ സത്യത്തോട് കൂടുതൽ അടുത്ത് നിൽക്കുന്നത്? ഒരു തീർപ്പ് കൽപ്പിക്കാൻ ഞാൻ മുതിരുന്നതേയില്ല. ഒരുപക്ഷെ വേണമെങ്കിൽ നമുക്ക് പറയാം, ഹോബ്സ് വിശദീകരിച്ച മനുഷ്യനെ മാക്സിം ഗോർക്കിയുടെ സ്വപ്നത്തിലേക്ക് എത്തിക്കുക എന്നതാണ് സാംസ്കാരിക പ്രവർത്തനം. അതായത് മനുഷ്യരെ കൂടുതൽ മനുഷ്യരാക്കി മാറ്റുക എന്നതാണ് സാംസ്കാരിക പ്രവർത്തനം. വർഗീയതയ്ക്കെതിരായി, എല്ലാ തരത്തിലുള്ള ജീർണതകൾക്കുമെതിരായി സംസ്കരിക്കപ്പെട്ട മനുഷ്യനെ വാർത്തെടുക്കുക എന്നതാണ് സാംസ്കാരിക പ്രവർത്തനം. അതിനുവേണ്ടിയുള്ള ഇടപെടലാണ് KEN സദാ നടത്തിക്കൊണ്ടേയിരിക്കുന്നത്. അദ്ദേഹമെല്ലാം സൂക്ഷ്മമായി നിരീക്ഷിക്കുന്നുണ്ട്. ഇവിടെ പഴഞ്ചൊല്ലുകളെ കുറിച്ച് പറഞ്ഞു. പഴഞ്ചൊല്ലുകളിൽ നിറഞ്ഞു നിൽക്കുന്നത് കീഴാള വിരുദ്ധതയാണ്, ദളിത് വിരുദ്ധതയാണ്, സ്ത്രീ വിരുദ്ധതയാണ്. അങ്ങനെ എല്ലാത്തരം ജീർണതകളുടെയും സംഭരണശാലയിൽ നിന്നാണ്
പഴഞ്ചൊല്ലുകൾ രൂപപ്പെട്ടു വന്നിട്ടുള്ളത്. നിങ്ങൾ പഴഞ്ചൊല്ലുകൾ എടുത്ത് പരിശോധിച്ച് നോക്കൂ. അത് പഴഞ്ചൊല്ലുകൾ ഓരോന്നും വായിക്കുമ്പോഴാണ്, അല്ലെങ്കിൽ വായിച്ചതിന് ശേഷം ചിന്തിക്കുമ്പോഴാണ് എത്രമാത്രം ഭീകരമായ ജീർണതകളുടെ ഒരു കാലത്താണ് നമ്മുടെ പൂർവികർ ജീവിച്ചിരുന്നത് എന്ന് നമുക്ക് മനസ്സിലാക്കാനാവുക. എന്തൊക്കെ കുറവുകളുണ്ടെങ്കിലും ഈ കാലം എത്രമേൽ പുരോഗമിച്ചിരിക്കുന്നു എന്ന് നമുക്ക് തിരിച്ചറിയാനാവുക. അദ്ദേഹം ഈ കാക്കയുടെയും കൊക്കിന്റെയും എല്ലാം കാര്യം ഇവിടെ വിശദീകരിക്കപ്പെട്ടതാണ്. ഒരർത്ഥത്തിൽ അത് വർണ്ണവിവേചനം മാത്രമല്ല, അത് കീഴാള വിരുദ്ധത കൂടിയാണ്. അതിൽ എല്ലാ തരത്തിലുള്ള മനുഷ്യവിരുദ്ധതയുമുണ്ട് പഴഞ്ചൊല്ലുകളിൽ. പഴഞ്ചൊല്ലുകളെ ഉയർത്തിപ്പിടിച്ചുകൊണ്ടല്ല, മറിച്ച് പഴയ ചൊല്ലുകളെ ഉയർത്തിപ്പിടിച്ചുകൊണ്ടല്ല, പുതിയ തിരിച്ചറിവുകളെ സ്വീകരിച്ചുകൊണ്ടാണ് മനുഷ്യരാശിക്ക് മുൻപോട്ട് പോകാനാവുക എന്ന് മലയാളികളെ പഠിപ്പിച്ച ചിന്തകന്റെ പേര് KN എന്നാണ്. ആ കാര്യത്തിൽ KNോട് മലയാളികൾ കടപ്പെട്ടിരിക്കും എന്ന കാര്യത്തിൽ സംശയമില്ല. തുടർന്ന് വിവിധ സാഹിത്യകൃതികളെ മലയാളികൾ എമ്പാടും ആഘോഷിച്ച പ്രശസ്തരായ സാഹിത്യകാരന്മാരുടെ കൃതികളെ ഉൾപ്പെടെ സൂക്ഷ്മമായ വായനയ്ക്ക് KN വിധേയമാക്കുന്നുണ്ട്. കറുപ്പിന്റെ സൗന്ദര്യശാസ്ത്രം എന്ന പുസ്തകത്തിൽ ഉൾപ്പെട്ടിട്ടുള്ള ചില രചനകളാണ് പ്രത്യേകമായി ഈ പുസ്തകത്തിലും എടുത്തു ചേർത്തിട്ടുള്ളത്. അതിൽ ഇവിടെ പരാമർശിച്ചതുപോലെ വില്യം ബ്ലേക്കിന്റെയും വൈലോപ്പിള്ളിയുടെയും സൃഷ്ടികളെ സംബന്ധിച്ചും സൂക്ഷ്മ നിരീക്ഷണത്തിന് വിധേയമാക്കുന്നുണ്ട്. വൈലോപ്പിള്ളിയും വില്യം ബ്ലേക്കും കണിശമായും അടിച്ചമർത്തപ്പെട്ട ജനതയോട് അനുഭാവം പുലർത്തിയവരാണ്. അവർക്ക് അങ്ങനെ ആകാതെ തരമില്ല താനും. എങ്കിലും അവർ ജീവിച്ചിരുന്ന കാലഘട്ടത്തിന്റെ കൂടി സവിശേഷത കൊണ്ടാവാം ഈ ജനവിരുദ്ധമായ പ്രത്യയശാസ്ത്രത്തിന്റെ ഉള്ളിൽ നിന്നും അവർക്ക് പുറത്തു കടക്കാനാകുന്നില്ല എന്ന സൂക്ഷ്മ നിരീക്ഷണത്തെ തുടർന്നുള്ള വിമർശനവും സധൈര്യം KN മുൻപോട്ട് വയ്ക്കുന്നുണ്ട്. അങ്ങനെ എല്ലാം സൂക്ഷ്മ നിരീക്ഷണത്തിന് വിധേയമാക്കുകയും അപകടങ്ങളെ ചൂണ്ടിക്കാണിക്കുകയും ആ അപകടങ്ങൾ ഒരുമിച്ച് പൊരുതിക്കൊണ്ട് പരിഹരിക്കേണ്ടതാണ് എന്ന് മലയാളികളുടെ മുൻപാകെ വിശദീകരിക്കുകയും ചെയ്യുന്നുണ്ട് KN. ഈ പുസ്തകത്തിലെ ഒരു ലേഖനത്തിന്റെ പേര് 10ാമത്തെ രസം, കലാപം 10ാമത്തെ രസം എന്നാണ്. നാം 9 രസങ്ങളെ കുറിച്ച് മാത്രമേ കേട്ടിട്ടുള്ളൂ, നവരസങ്ങളാണ്. ശരൺകുമാർ ലിംബാളയുടെ നിരീക്ഷണങ്ങളെ അധികരിച്ചുകൊണ്ടാണ് KN അത് സ്ഥിരീകരിക്കുന്നത്. കലാപമാണ് 10ാമത്തെ രസം എന്ന് പറയുന്നുണ്ട്. സത്യത്തിൽ രസത്തെക്കുറിച്ച് പരിശോധിക്കുമ്പോൾ ഭരതമുനിയുടെ നാട്യശാസ്ത്രത്തിൽ നവരസങ്ങളില്ല, 8 രസമേ ഉള്ളൂ. ശാന്തമില്ല. അത് ഭാഷാ പഠനത്തിന്റെ ഭാഗമായിട്ട് നമ്മൾ പഠിക്കും. 8 രസങ്ങൾ മാത്രമാണ് അന്ന് ഉണ്ടായിരുന്നത്. പിന്നീട് അദ്ദേഹത്തിന്റെ പിൻഗാമിയായി വന്ന രുദ്രടനാണ് 9ാമത്തെ രസമായി ശാന്തം അവതരിപ്പിക്കുന്നത്. അക്കാര്യത്തിൽ അലങ്കാര ശാസ്ത്രജ്ഞന്മാരുടെ ഇടയിൽ വലിയ തർക്കങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട്. എല്ലാ രസങ്ങളും ശമിക്കുന്നതാണ് ശാന്തം, അത് ഒരു രസമാണോ എന്ന് അതവിടെ നിൽക്കട്ടെ. അതിനുശേഷം പിന്നീട് വന്ന ഒരു അലങ്കാര പണ്ഡിതനായിരുന്ന ഉദ്ഭടനാണെന്ന് തോന്നുന്നു 10ാമതൊരു രസം ആവിഷ്കരിക്കുന്നുണ്ട്, 10ാമത്തെ രസം. ആ രസത്തിന് അദ്ദേഹം നൽകിയ പേര് പ്രേയസ് എന്നാണ്. പ്രേയസിന്റെ സ്ഥായി ഭാവമായി വിശദീകരിച്ചത് സ്നേഹമാണ്. സ്നേഹം. 9 രസങ്ങൾ ഉണ്ടായിട്ടും അതിൽ സ്നേഹത്തെ പ്രതിനിധാനം ചെയ്യുന്ന ഒരു രസമില്ല. പക്ഷെ നിർഭാഗ്യവശാൽ പ്രാചീന ഭാരതീയ അലങ്കാര ശാസ്ത്രജ്ഞന്മാർ അത് സ്വീകരിച്ചില്ല, തള്ളിക്കളഞ്ഞു. 9 രസമുണ്ടായിട്ടും സ്നേഹത്തിന് ഇടം കൊടുക്കാതിരുന്നവരാണ് ഭാരതീയ സവർണ സാഹിത്യത്തിന്റെ സൗന്ദര്യശാസ്ത്രത്തിന് രൂപം നൽകിയവർ എന്ന് നാം കാണേണ്ടതായിട്ടുണ്ട്. അവിടെയാണ് ശരൺകുമാർ ലിംബാളെ 10ാമത്തെ രസമായി കലാപത്തെ മുൻപോട്ട് വെക്കുന്നുണ്ട്. കലാപമാണ് എന്ന് പറയും. അത് KN സ്ഥിരീകരിച്ചുകൊണ്ട് KN എഴുതിയ ലേഖനമാണ് കലാപം 10ാമത്തെ രസം എന്ന്. KN ആ ലേഖനത്തിൽ പറയുന്നുണ്ട്, സവർണ സാഹിത്യത്തിന്റെ സൗന്ദര്യശാസ്ത്രം, ആ സൗന്ദര്യശാസ്ത്രത്തിന്റെ അടിത്തറ ആനന്ദമാണെങ്കിൽ ദളിത് സാഹിത്യത്തിന്റെ അടിത്തറ വേദനയും പീഡനങ്ങളുമാണ്. ആ വേദനകൾ പകർന്നു നൽകിയ വ്യവസ്ഥയ്ക്കെതിരായ കലാപമാണ് ഒരു രസമായി ആവിഷ്കരിക്കപ്പെട്ടത്. ഉദ്ഭടൻ മുൻപോട്ട് വെച്ച പ്രേയസും ശരൺകുമാർ ലിംബാളയെ അധികരിച്ചുകൊണ്ട് KN സ്ഥിരീകരിക്കുന്ന കലാപവും ഒന്നാണ് സത്യത്തിൽ. മനുഷ്യർക്കിടയിൽ മഹാപർവ്വതം പോലെ വളർന്നു വരേണ്ട സ്നേഹത്തിന് തടസ്സമായി നിന്ന പൗരാണിക കാലത്തെ വേർതിരിവുകളെ
കൂടുതൽ വിശദീകരിക്കേണ്ടതില്ല. വേർതിരിവുകൾക്കെല്ലാം എതിരായി നടക്കേണ്ടതാണ് കലാപം. എന്ന് വെച്ചാൽ ഉദ്ഭടന്റെ രസത്തെ സ്ഥാപിച്ചു കിട്ടണമെങ്കിൽ ശരൺകുമാർ ലിംബാളെ മുൻപോട്ട് വെക്കുന്ന ചിന്താഗതി, അതിനനുസൃതമായി 10ാമത്തെ രസമായി കൽപ്പിക്കപ്പെട്ട കലാപം നടന്നേ തീരും. ആ കലാപാഹ്വാനം കെയ്യന്റെ എല്ലാ രചനകളിലും ഉണ്ട്. ഞാൻ ഏറെ സമയമെടുക്കണമെന്ന് ആഗ്രഹിക്കുന്നില്ല. ഒരു ലേഖനത്തിന്റെ തലക്കെട്ട് ചെറുതിന്റെ ചെറുത്തുനിൽപ്പൊന്നാണ്. നമ്മുടെ പി.കെ. പാറക്കടവിന്റെ കഥകളെ അധികരിച്ചുകൊണ്ടാണ് ആ ലേഖനം രചിക്കപ്പെട്ടിട്ടുള്ളത്. പാറക്കടവിനെ കുറിച്ച് കൂടുതൽ വിശദീകരിക്കേണ്ടതില്ല. കൊച്ചു കൊച്ചു കഥകൾക്ക് പണ്ട് പറഞ്ഞിരുന്നത് ചെറുകഥകൾ എന്നാണ്, ഷോർട്ട് സ്റ്റോറീസ്. ഇപ്പൊ ആരും അങ്ങനെ പ്രയോഗിച്ച് കാണുന്നില്ല. ഇപ്പോ കഥ എന്ന് മാത്രമേ പറയുന്നുള്ളൂ. അത് മറ്റൊരു വിഷയമാണ്. പാറക്കടവിൽ എഴുതുന്നത് കൊച്ചു കൊച്ചു കഥകളാണ്. ഒരു പാരഗ്രാഫിലോ 2 പാരഗ്രാഫിലോ ഏതാനും ചില വരികളിലോ ഒതുങ്ങുന്ന കഥകൾ. ഒരു കൊച്ചു കഥയെ കെയ്യൻ ഒരു മഹാകാവ്യമാക്കി മാറ്റുന്നു. അതാണ് കെയ്യന്റെ പ്രത്യേകത. കെയ്യന്റെ വാക്കുകൾക്ക് കാതോർക്കുന്ന ഒരു വലിയ ജനസഞ്ചയം കേരളത്തിലുണ്ട്. ഏറ്റവും കൂടുതൽ വായിക്കപ്പെടുന്ന കേരളത്തിലെ എഴുത്തുകാരൻ കൂടിയാണ് അദ്ദേഹം. അതുകൊണ്ടുകൂടിയാവാം അദ്ദേഹത്തിന്റെ സഹജമായ ശൈലിയിൽ പാറക്കടവിന്റെ കഥകളെ കുറിച്ച് എഴുതുമ്പോൾ ഒരു കൊച്ചു കഥ ഒരു മഹാകാവ്യമായി മാറുന്നുണ്ട്. ഒരു വാചകം കൊണ്ട്, ഒരു വാചകത്തിലെ വാക്കുകൊണ്ട്, വാക്കിലെ ഒരക്ഷരം കൊണ്ട് എങ്ങനെയാണ് ഈ കാലഘട്ടത്തിലെ മഹാപ്രതിരോധങ്ങൾ പാറക്കടവ് നിർവഹിക്കുന്നത് എന്ന് വളരെ സൂക്ഷ്മമായ നിരീക്ഷണത്തിലൂടെ കെയ്യൻ നമുക്ക് പകർന്നു നൽകുന്നുണ്ട്. ഈ കാലഘട്ടം വലിയ പ്രതിരോധം ആവശ്യപ്പെടുന്ന ഒരു കാലഘട്ടമാണ്. മനുഷ്യത്വത്തെ പരിക്കേൽക്കാതെ സംരക്ഷിക്കാനുള്ള പ്രതിരോധം, നമ്മുടെ രാഷ്ട്രത്തെയും ജനതയെയും സമ്പൂർണമായി തകർത്തെറിയാൻ വെമ്പി നിൽക്കുന്ന വർഗീയ പ്രത്യയശാസ്ത്രത്തിനെതിരായ ജനകീയ പോരാട്ടം അനിവാര്യമായി രൂപപ്പെട്ടു വരേണ്ട ഒരു കാലത്ത് ശരിയായി ചൂണ്ടിക്കാണിക്കാൻ, ഈ അനിവാര്യതയെ നമ്മുടെ മുൻപാകെ ബോധ്യപ്പെടുത്താനാണ് കെയ്യൻ പരിശ്രമിച്ചുകൊണ്ടേയിരിക്കുന്നത്. ചെറുതിന്റെ പ്രതിരോധത്തെ കുറിച്ച് പറയുമ്പോൾ തോമസ് എഡ്വേർഡ് ലോറൻസിന്റെ ഒരു സിദ്ധാന്തമുണ്ട്, ഒരു ഭൗതിക ശാസ്ത്ര സിദ്ധാന്തം. ബട്ടർഫ്ലൈ എഫക്റ്റ് എന്നാണ് പറയുക. കുറെ വർഷങ്ങൾക്ക് മുൻപ് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിലെ വിദ്യാർത്ഥികൾ നടത്തിയ സമരപ്പന്തലിൽ അത് വളരെ മനോഹരമായി മലയാളത്തിലേക്ക് തർജ്ജമ ചെയ്ത് എഴുതി വെച്ചത് ഞാനിപ്പോഴും ഓർക്കുന്നു. ആ വരികൾ ഇങ്ങനെയായിരുന്നു: ആമസോൺ വനാന്തരങ്ങളിലെ ഒരു ചിത്രശലഭത്തിന്റെ ചെറുകടിയൊച്ച ന്യൂയോർക്കിൽ ഒരു കൊടുങ്കാറ്റിന് കാരണമായേക്കും എന്നാണ്. ആമസോൺ വനാന്തരങ്ങളിലെ ഒരു ചിത്രശലഭത്തിന്റെ ചെറുകടിയൊച്ച ന്യൂയോർക്കിൽ ഒരു കൊടുങ്കാറ്റിന് കാരണമായേക്കും എന്നാണ്. മറ്റൊരു വിധത്തിൽ പറഞ്ഞാൽ പി.കെ. പാറക്കടവിന്റെ ഒരു കൊച്ചു കഥയോ കെയ്യന്റെ ഒരു പ്രഭാഷണമോ വർഗീയതയ്ക്കെതിരെ ഈ മണ്ണിൽ ആർത്തിരമ്പി വരുന്ന ഒരു വലിയ ചുഴലിയായി പരിണമിച്ചേക്കും എന്ന് ഈ കാലഘട്ടത്തിൽ നമുക്ക് തർജ്ജമ ചെയ്യാൻ സാധിക്കും എന്നാണ് എനിക്ക് തോന്നുന്നത്. ഇവിടെ സച്ചിദാനന്ദൻ ഒരിക്കൽ എഴുതിയിട്ടുണ്ട്, നാട്യത്തിനും സത്യത്തിനും ഇടയിൽ നിന്നും ഞാൻ സത്യത്തെ തിരഞ്ഞെടുക്കുന്നു, ഉടമയ്ക്കും അടിമയ്ക്കും ഇടയിൽ നിന്നും ഞാൻ അടിമയെ തിരഞ്ഞെടുക്കുന്നു. അത് രാഷ്ട്രീയ പ്രഖ്യാപനമാണ്. കെയ്യന്റെ എല്ലാ പ്രഭാഷണങ്ങളിലും ലേഖനങ്ങളിലും അടങ്ങിയിട്ടുള്ളത് ഒരർത്ഥത്തിൽ ആ രാഷ്ട്രീയ പ്രഖ്യാപനമാണ്. സത്യത്തിന്റെ രാഷ്ട്രീയം, അടിമയുടെ രാഷ്ട്രീയം രണ്ടും ഒന്നാണ്. അടിച്ചമർത്തപ്പെടുന്ന ജനവിഭാഗങ്ങളുടെ രാഷ്ട്രീയം, സ്ത്രീകളുടെ രാഷ്ട്രീയം, ദളിതരുടെ രാഷ്ട്രീയം, ഈ കാലഘട്ടം വേട്ടയാടുന്ന എല്ലാ മനുഷ്യരുടെയും രാഷ്ട്രീയം, ആ രാഷ്ട്രീയം ഉയർത്തിപ്പിടിച്ചുകൊണ്ടാണ് ഇനി നാം മുൻപോട്ട് പോകേണ്ടത്. മലയാളി സമൂഹത്തെ സംബന്ധിച്ച ചില വിമർശനങ്ങൾ സംവാദത്തിന്റെ ആൽബത്തിലുള്ളത് ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ് ഞാൻ ആരംഭിച്ചത്, പ്രസംഗം തുടങ്ങിയത്. അത് വീണ്ടും ഒരിക്കൽ കൂടി അടിവരയിട്ടുകൊണ്ട് ഞാൻ വാക്കുകൾ ചുരുക്കുകയാണ്. വലിയ സ്വയം വിമർശനത്തിന് മലയാളി സമൂഹം തയ്യാറാകേണ്ടതായിട്ടുണ്ട്. നമ്മുടെ സാംസ്കാരിക പ്രവർത്തനം, നമ്മുടെ സാംസ്കാരിക ജീവിതത്തിൽ നിന്നും ജീവൻ ചോർന്നു പോകുന്നുവോ എന്ന സംശയം ഈ ഘട്ടത്തിലെങ്കിലും ഉയർന്നു വരേണ്ടതായിട്ടുണ്ട്. നാം ഈ കാലത്തെ, നമ്മുടെ ലോകത്തെ കൂടുതൽ ജാഗ്രതാക്കുന്നതിന് വേണ്ടിയുള്ള ഇടപെടലുകൾ അനിവാര്യമായും ഏറ്റെടുക്കേണ്ടതായിട്ടുണ്ട്. ഈ കാലത്ത് ജീവിക്കുക എന്ന് പറഞ്ഞാൽ പൊരുതുക എന്ന് തന്നെയാണ് അർത്ഥം. ആ പോരാട്ടത്തിന് ഇന്ധനമാകുന്നതാണ് കെയ്യന്റെ ഈ പുസ്തകത്തിലെ എല്ലാ ലേഖനങ്ങളുടെയും ഉള്ളടക്കം. നമ്മളെ ജാഗരൂകരാക്കുന്ന,
നമ്മളെ സൂക്ഷ്മ ദൃഷ്ടിയുള്ളവരാക്കി മാറ്റുന്ന, ജീർണതകൾക്കെതിരായി പോരാട്ടത്തിന് സമർപ്പിത മനസ്സോടെ അണിനിരക്കാൻ നമ്മെ പ്രേരിപ്പിക്കുന്നവയാണ് ഈ ലേഖനങ്ങളെല്ലാം. അത് ആ അർത്ഥത്തിൽ ഏറ്റെടുക്കാൻ നമുക്ക് സാധിക്കണം എന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് എൻ്റെ യുവാക്കളെ അവസാനിപ്പിക്കുന്നു. അഭിവാദം.